വീട്ടുകാരെ എല്ലാവരെയും എതിർത്ത് പ്രണയിച്ച പയ്യനൊപ്പം ഇറങ്ങിപ്പോയ സത്യ കുറേ നാളുകൾക്ക് ശേഷം തന്റെ വീട്ടിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. വന്നതിന്റെ ഉദ്ദേശം സഹോദരിയെ റൂബിനെ കാണുക എന്നതായിരുന്നു. റൂബിനെ കാണുന്ന സത്യ ആവശ്യപ്പെടുന്നത് തന്റെ ഭർത്താവായ ദേവിനെ റൂബ് വിവാഹം കഴിക്കണം എന്നതായിരുന്നു. എന്തായിരിക്കും അതിനു പിന്നിലെ കാരണം? പിന്നീട് എന്തൊക്കെ സംഭവിച്ചു? റൂബ് സത്യയെ വിവാഹം കഴിച്ചോ എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം കലങ്ക് എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ നായികയെ റൂപിനെയാണ് കാണിക്കുന്നത്. റൂപും കൂട്ടുകാരികളും പട്ടം പറത്തിക്കൊണ്ട് നിൽക്കുന്ന സമയം വീട്ടിലേക്ക് എത്തുന്ന റൂപ് കാണുന്നതോ തന്റെ ചേച്ചിയായ സത്യ വീട്ടിൽ വന്നിരിക്കുന്നതാണ്. സത്യയെ കണ്ടതും റൂപിന് വല്ലാത്ത ദേഷ്യം വരും. നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്നൊക്കെ റൂപ് ചോദിക്കുന്നുണ്ട്. കാരണം എന്തെന്നാൽ ഈ സത്യ തനിക്ക് ഇഷ്ടമുള്ള പയ്യനെ വിവാഹം കഴിച്ചു. വീട്ടുകാരെ എതിർത്താണ് വിവാഹം കഴിച്ചത്. വീട്ടുകാരെ വേണ്ടെന്ന് പറഞ്ഞ് സത്യ തന്റെ കാമുകനായ ദേവിനൊപ്പം പോയതുകൊണ്ടാണ് റൂപിന് സത്യയെ ഒട്ടും ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ട് തന്നെ റൂപ് സത്യയെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആദ്യം ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കെന്നും സത്യ പറയുന്നു. ഞാനിനി കുറച്ചുനാൾ കൂടിയേ ജീവിച്ചിരിക്കൂ. അതുകൊണ്ട് തന്നെ നീ എന്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കണം. എന്റെ വീട്ടിൽ നീ ഇനി മുതൽ നിൽക്കണം. എന്റെ ഭർത്താവിനെയും നീ വിവാഹം കഴിക്കണമെന്നും സത്യ ആവശ്യപ്പെടുന്നു. അത് കേട്ടതും റൂബ് ഷോക്കായി പോവുകയാണ്. അതിനാദ്യം റൂബ് സമ്മതിക്കുന്നതേയില്ല. ഒടുവിൽ സത്യ നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ സത്യയുടെ വീട്ടിൽ ചെന്ന് നിൽക്കുവാനും അവിടെ താമസിക്കുവാനും പിന്നെ സത്യയുടെ ഭർത്താവായ ദേവിനെ വിവാഹം കഴിക്കുവാനായിട്ടും റൂപ് തയ്യാറാകുന്നു. എന്നാൽ താൻ അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ ദേവിന്റെ ഭാര്യയായിട്ട് മാത്രമേ താൻ അവിടേക്ക് വരൂ എന്നാണ് റൂപ് പറയുന്നത്. എന്റെ മരണശേഷം ദേവ് നിന്നെ ഉറപ്പായും വിവാഹം കഴിക്കുമെന്ന് സത്യ വാക്ക് നൽകുന്നു. മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു സത്യമൊന്നും ആരും പാലിച്ചില്ലെങ്കിലോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എങ്ങടവുമില്ലാതെ ആയിപ്പോകില്ലേ എന്നായിരുന്നു റൂപിന്റെ മറുപടി. അത് കേട്ട സത്യ അവരെ രണ്ടുപേരെയും വിവാഹം കഴിപ്പിക്കുവാനായും തീരുമാനിക്കുന്നു. അങ്ങനെ റൂബിന്റെയും ദേവിന്റെയും വിവാഹം കഴിയുകയാണ്. അതും ദേവിന്റെ ഭാര്യയെ സത്യയുടെ മുന്നിൽ വെച്ച്. പക്ഷേ റൂബും ദേവും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നത് പോലുമില്ല. ഒട്ടും ഇഷ്ടമല്ലാതെയാണ് ആ ഒരു വിവാഹം നടന്നതും. റൂമിലിരിക്കുകയായിരുന്ന റൂബിന്റെ അടുത്തേക്ക് എത്തുന്ന ദേവ്, എന്റെ ഭാര്യയുടെ നിർബന്ധ കാരണമാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. ഒരിക്കലും എനിക്ക് നിന്നെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല. ഈ വീട്ടിൽ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാമെന്നും ദേവ് പറഞ്ഞിട്ട് പോകുന്നു. അടുത്ത ദിവസം എല്ലാവരും ഫുഡ് കഴിക്കുവാനായി ഇരിക്കുന്ന സമയം പക്ഷെ റൂപ് മാത്രം ഫുഡ് കഴിക്കുവാനായിട്ട് വന്നതേയില്ല. ഈ ദേവ് ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്. ആ ആർട്ടിക്കിൾ എഴുതരുതെന്ന് ദേവിന്റെ അച്ഛൻ ദേവിനോട് പറയുന്നുണ്ട്. എന്നാൽ ദേവത് കേൾക്കുവാനായിട്ട് കൂട്ടാക്കുന്നതേയില്ല. അതേസമയം റൂമിലിരിക്കുകയായിരുന്ന റൂപ് ജനൽ വഴി ദൂരോട്ട് നോക്കിയിരിക്കുക. അവിടെ നിന്നും ഒരു സ്ത്രീ പാടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. റൂബിന് ആഹാരം കൊടുക്കുവാൻ വേണ്ടിയിട്ട് ജോലിക്കാരികൾ എല്ലാവരും ഫുഡുമായിട്ട് എത്തുന്നുണ്ട്. ആരാ പാട്ട് പാടുന്നത്? നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടല്ലോ എന്ന് റൂബ് ചോദിക്കുമ്പോൾ അത് ബഹാർ ബീഗം. അവർ കുട്ടികൾക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ നാട്ടിലേക്ക് പോകുവാനായിട്ട് നമുക്ക് അനുവാദമില്ല എന്നുള്ള കാര്യം ജോലിക്കാരികൾ പറയുന്നു. ബഹാർ ബീഗമൊക്കെ താമസിക്കുന്ന അതേ ഗ്രാമത്തിനെ കുറിച്ചാണ് ദേവ് ആർട്ടിക്കിൾ എഴുതുന്നതും. അത് എഴുതരുതെന്ന് വിലക്കിയിട്ടും ദേവ് കേൾക്കുന്നതേയില്ല. എന്നാൽ മറ്റൊരു വശത്ത് സഫർ എന്ന പയ്യനെയാണ് കാണിക്കുന്നത്. ഈ സഫറിന്റെ ജോലി എന്തെന്നാൽ ജന്മിമാർക്കൊക്കെ വാളുണ്ടാക്കി കൊടുക്കുക. സഫർ ഉണ്ടാക്കുന്ന വാള് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട്. വാളൊക്കെ നല്ലതാണ്, പക്ഷേ അവന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറഞ്ഞ് അവനെ ഒരുപാട് അപമാനിക്കുന്നു. ദേഷ്യമെന്ന സഫറാണെങ്കിൽ അയാൾക്കിട്ട് നല്ലത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പോകുന്ന സഫറിനെ നോക്കി നിൽക്കുകയാണ് ബഹാർ ബീഗം. പതിവ് പോലെ ഓഫീസിലേക്ക് പോകുവാനായി ഇറങ്ങുകയാണ് ദേവ്. റൂബിന്റെ അടുത്തേക്ക് എത്തുന്ന സത്യ, നീ ദേവിനൊപ്പം പത്ര ഓഫീസിലേക്കൊക്കെ പോകണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് നോക്കി നന്നായിട്ട് പഠിക്കണമെന്നുമുള്ള കാര്യം റൂബിനോട് സത്യ പറയുന്നു. പക്ഷേ റൂബിന് പത്ര ഓഫീസിലൊന്നും പോകുവാനായിട്ട് വലിയ താല്പര്യമേ ഇല്ല. അവൾക്ക് എങ്ങനെയെങ്കിലും ബഹാർ ബീഗത്തിനടുത്ത് പോയി പാട്ടൊക്കെ പഠിക്കണം. ഈ ഒരു കാര്യം സത്യയോട് പറയുന്നുണ്ട്. പക്ഷേ ആ നാട്ടിലേക്ക് നമുക്ക് പോകുവാൻ കഴിയില്ല. അതൊരു മോശപ്പെട്ട സ്ഥലമാണെന്നുള്ള കാര്യമൊക്കെ സത്യ പറയുമ്പോൾ തനിക്കവിടെ പോയേ പറ്റുമെന്ന വാശിയിലാണ് റൂബ് നിൽക്കുന്നത്. തന്റെ സഹോദരിയുടെ മാനസികാവസ്ഥ ശരിയല്ലാത്തതുകൊണ്ടും അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ച് സത്യ നേരെ വന്ന് തന്റെ അമ്മായിയച്ഛനോട് ഈ ഒരു കാര്യം സംസാരിക്കുന്നു. എന്നിട്ട് അമ്മായിയച്ഛനിൽ നിന്നും അനുവാദവും വാങ്ങിയെടുക്കുകയാണ്. ആ ഒരു വിവരം സത്യ റൂബിനോടും വന്ന് പറയുന്നു. നീ ദേവിനൊപ്പം പത്ര ഓഫീസിൽ പോകണമെന്ന് സത്യ നിർബന്ധിച്ചത് കൊണ്ട് തന്നെ പത്ര ഓഫീസിലേക്ക് എത്തുകയാണ് റൂബ്.
എന്നാൽ അതേസമയം അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഇപ്പോൾ പത്രത്തിന്റെ കാര്യങ്ങളൊക്കെ വളരെ മോശമാ. കാര്യം അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കണം. നമുക്ക് വിസ്കിയുടെ അഡ്വർടൈസ്മെന്റ് കൊടുത്താലോ എന്നുള്ള കാര്യമൊക്കെ ദേവ് പറയുമ്പോൾ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിംസ് ഒന്നും നമ്മുടെ പത്രം വാങ്ങിക്കില്ല. എല്ലാവരും വാങ്ങിക്കുന്ന വിധം ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കണമെന്നൊക്കെ എല്ലാവരും അഭിപ്രായം പറയുന്നു. എന്നാൽ ഇത് കേട്ടുകൊണ്ട് റൂബ അവിടേക്ക് വരികയാണ്. ഡ്രസ്സിന്റെയോ കോസ്മെറ്റിക്സിന്റെയോ അഡ്വർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും സ്ത്രീകളൊക്കെ പത്രം വാങ്ങും. അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും നോക്കിയാലോ എന്നുള്ള കാര്യം റൂബ പറയുമ്പോൾ, അല്ല, ഈ അഭിപ്രായമൊക്കെ പറയാൻ ആരാ നീ എന്നതായിരുന്നു ദേവിന്റെ മറുപടി. ഞാൻ ദേവിന്റെ ഭാര്യയെ റൂപാണെന്നും അവൾ മറുപടി പറയുന്നു. സത്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് അറിഞ്ഞേകൂടാ. കാരണം വിവാഹം നടക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പരസ്പരം മുഖം നോക്കിയിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ആരാണെന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. തന്റെ ഭാര്യയാണ് റൂപ് എന്നുള്ള കാര്യം റൂപ് പറഞ്ഞതോടുകൂടി അത് കേട്ട ദേവ് ഇവൾക്കുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടും മാനേജറിനോട് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോഴാണ് തന്റെ ഭർത്താവായ ദേവ് അതാണെന്നുള്ള കാര്യവും റൂബിന് മനസ്സിലായത്. റൂബിന് എന്തൊക്കെയോ പോലെ തോന്നുന്നു. അങ്ങനെ അടുത്ത ദിവസം റൂബ് പാട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ട് ബീഗത്തിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ നാട്ടില് എന്തോ വലിയ ഉത്സവം നടക്കുന്നു. അതൊക്കെ കണ്ട് അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിട്ടാണ് ബീഗത്തിനടുത്തേക്ക് എത്തുന്നതും. ബീഗത്തിനവൾ പാട്ട് പാടി കേൾപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ പാട്ട് കേട്ട ബീഗം പറയുന്നത്, നിന്റെ പാട്ടിന് എന്തോ സങ്കടമുണ്ടല്ലോ. പാട്ടൊക്കെ കൊള്ളാം, പക്ഷേ നിന്റെ പാട്ടിന് സങ്കടമാണ് ഒളിഞ്ഞിരിക്കുന്നത്. നിന്റെ വിവാഹം കഴിഞ്ഞതാണോ എന്ന് ബീഗം ചോദിക്കുമ്പോൾ, അതെ, എന്റെ വിവാഹം കഴിഞ്ഞതാണെന്നും റൂപ് മറുപടി പറയുന്നു. വിവാഹം കഴിഞ്ഞവരെയൊന്നും ഞാൻ പാട്ട് പഠിപ്പിക്കാറില്ല, കാരണം അവർക്ക് പാട്ട് പഠിക്കാനൊന്നും സമയം കാണില്ല എന്ന് ബീഗം പറയുമ്പോൾ, ഇത് ചൗധരി ഫാമിലിയിലെ ദേവ് ചൗധരിയുടെ ഭാര്യയാണെന്നുള്ള കാര്യം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പറയുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ നീ നാളെ മുതൽ പാട്ട് പഠിക്കുവാൻ വരുവാനായിട്ടും ബീഗം പറയും. ആ സന്തോഷത്തിൽ പോകുവാനായിട്ട് ഇറങ്ങുന്ന റൂബിന് ഓപ്പോസിറ്റ് സഫർ നടന്നു വരികയാണ്. റൂബിനെ കണ്ട സഫർ റൂബിനടുത്തേക്ക് എത്തിയിട്ട്, നിന്റെ പാട്ട് ഞാൻ കേട്ടു. നിന്റെ പാട്ടിന് എന്തോ സങ്കടമുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷേ നിന്റെ ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ശബ്ദത്തില് ഒരു പ്രണയം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിന്റെ കണ്ണ് കാണുവാനായിട്ടും നല്ല ഭംഗിയാണെന്ന് പറഞ്ഞ് അവളെ വല്ലാതെ വർണ്ണിക്കുന്നു. പക്ഷേ അതിനൊന്നും മുഖം കൊടുക്കാതെ അവൻ പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് അവിടെ നിന്ന് റൂപ് പോകുന്നത്. അടുത്ത ദിവസം പാട്ട് പഠിക്കുവാനായി വരുന്ന റൂപ് സഫറിനെ അവിടെ മാകെ അന്വേഷിക്കുന്നു. പക്ഷേ സഫറിനെ കാണുന്നുമില്ല. എന്നാൽ മാറി നിൽക്കുകയായിരുന്ന സഫർ റൂപ് തന്നെ അന്വേഷിക്കുന്നതെല്ലാം മനസ്സിലാക്കുന്നു. വീട്ടിലേക്കെത്തിയ റൂപ് ദേവിനടുത്തെത്തിയിട്ട് താനൊരു ആർട്ടിക്കിൾ എഴുതുവാനായി പോവുകയാണ്. ഹീരമണ്ടി ഗ്രാമത്തിനെ കുറിച്ചാണ് താൻ ആർട്ടിക്കിൾ എഴുതുന്നതെന്ന് പറയുമ്പോൾ ദേവ് അതിനെ അംഗീകരിക്കുന്നു. അടുത്ത ദിവസം അബ്ദുള്ള എന്ന ആളിനെ കാണുവാൻ വേണ്ടിയിട്ടാണ് റൂപ് എത്തുന്നത്. ഹീരമണ്ടി ഗ്രാമത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ റൂബിന് അറിയണം. അതിനു വേണ്ടിയിട്ടാണ് അബ്ദുള്ളയെ കാണുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. അബ്ദുള്ളയും സഫറും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും സഹോദരങ്ങളെ കണക്കാ. അതുകൊണ്ട് തന്നെ അബ്ദുള്ളയെ അന്വേഷിച്ചെത്തുന്ന റൂബിനടുത്തേക്ക് സഫർ വരുന്നു. നീ എന്നെ കാണുവാൻ വേണ്ടിയിട്ട് വന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് വല്ലാത്ത രീതിയിലാണ് അവളോട് സംസാരിക്കുന്നത്. എന്റെ വിവാഹമൊക്കെ കഴിഞ്ഞതാണ്. ഞാൻ ഹീരമണ്ടി ഗ്രാമത്തിനെ കുറിച്ച് ആർട്ടിക്കിൾ എഴുതുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് അബ്ദുള്ളയെ കാണുവാൻ വേണ്ടിയിട്ട് വന്നതാണെന്നും റൂബ് പറയും. ആണോ? എങ്കിൽ ദേ നിൽക്കുന്നു അബ്ദുള്ള എന്ന് പറഞ്ഞ് സഫർ അബ്ദുള്ളയെ കാണിച്ചു കൊടുക്കും. താൻ ഡൽഹി ന്യൂസ് പേപ്പറിൽ നിന്ന് വരുന്നതാണെന്നും ഹീരമണ്ടി ഗ്രാമത്തിനെ കുറിച്ച് തനിക്ക് അറിയണമെന്നും റൂബ് പറയുമ്പോൾ, ഡൽഹി ന്യൂസ് പേപ്പർ എന്ന് കേട്ടതും അബ്ദുള്ളയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. മുസ്ലിങ്ങളെ കുറിച്ചൊക്കെ മോശമായിട്ട് എഴുതുന്ന ഒരു ന്യൂസ് പേപ്പറാണ് ഡൽഹി ന്യൂസ് പേപ്പർ. അതുകൊണ്ട് തന്നെ അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ട് അബ്ദുള്ള തയ്യാറായതുമില്ല. റൂബ് അവിടെ നിന്നും സങ്കടപ്പെട്ടു പോകുന്നത് സഫർ കാണുന്നുണ്ട്. റൂബിന് പിന്നാലെ വരുന്ന സഫർ, ഹീരമണ്ടി ഗ്രാമത്തിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്നും സഫർ പറയുന്നു. അത് കേട്ട് അതിന് റൂബ് സമ്മതിക്കുകയാണ്. എങ്കിൽ വെള്ളിയാഴ്ച ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണമെന്നും സഫർ ആവശ്യപ്പെടുന്നു. പറഞ്ഞതനുസരിച്ച് വെള്ളിയാഴ്ച ദിവസം സഫർ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ് റൂബ്. അത് വലിയൊരു ഗ്രൗണ്ടായിരുന്നു. അവിടെ കാളപ്പോര് നടക്കുകയാണ്. കാളപ്പോരിൽ പങ്കെടുക്കുന്നത് സഫറും. സഫറാണെങ്കിലോ കഷ്ടപ്പെട്ടാണ് ആ ഒരു മത്സരത്തിൽ വിജയിക്കുന്നത്. കാളയുടെ കുത്തിൽ നിന്നും കഷ്ടപ്പെട്ടാണ് അവൻ രക്ഷപ്പെട്ടതും. ഈ സഫർ ഒരു അനാഥ പയ്യനാണ്. അവൻ അച്ഛനും അമ്മയും സ്വന്തമെന്നോ ബന്ധമെന്നോ പറയാൻ ആരും തന്നെയില്ല. അവനെ ആരും സ്നേഹിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയുള്ള മത്സരങ്ങൾക്കൊക്കെ നടക്കുന്നത്. മത്സരമെല്ലാം കഴിഞ്ഞ് റൂബിനടുത്തേക്ക് എത്തുന്ന സഫറിനെ റൂബ് ഒരുപാട് വഴക്ക് പറയുന്നു. നീ എന്തിനാ ഇങ്ങനെയുള്ള മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്നത്? നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കെന്ന് പറയാൻ ആരും തന്നെയില്ല. എന്നെ സ്നേഹിക്കാനും ആരുമില്ല.
അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പങ്കെടുക്കുന്നത്. മരിക്കുന്നെങ്കിൽ അങ്ങ് മരിക്കട്ടെ എന്നായിരുന്നു സഫറിന്റെ മറുപടി. അതിന് മറുപടിയായിട്ട് റൂബ് പറയുന്നത്, ഒരു നാൾ സ്നേഹം നിന്നെ തേടി വരും. അന്ന് നിനക്ക് മരിക്കുവാനായിട്ട് പേടി തോന്നും. ആ നാൾ ഉടനെ തന്നെ നിനക്ക് ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടാണ് റൂബ് അവിടെ നിന്ന് പോകുന്നത്. ഇവർ രണ്ടുപേരിൽ നിന്ന് സംസാരിക്കുന്നത് അബ്ദുള്ള കാണുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞതാണ്, നീ അവളുമായിട്ട് ഇങ്ങനെ അടുക്കുന്നതൊന്നും ശരിയല്ല എന്നും അബ്ദുള്ള പറയുന്നു. മറ്റൊരു വശത്ത് സത്യയുടെ അസുഖം ഇപ്പോൾ കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയും. മറ്റൊരു വശത്ത് പതിവ് പോലെ പാട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ട് റൂബ് എത്തുന്നുണ്ട്. ഇത്തവണ റൂബിന്റെ പാട്ട് കേട്ട ബീഗത്തിന് മറ്റെന്തോ പ്രത്യേകത തോന്നുന്നു. ആ ഒരു കാര്യം റൂബിനോട് പറയുന്നു. കാരണം എന്തെന്നാൽ ഇപ്പോൾ റൂബ് പതിയെ പതിയെ സഫറുമായിട്ട് അടുക്കുകയാണ്. സഫറിനോട് അവൾക്ക് പ്രണയവും തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് അവളുടെ പാട്ടിൽ ഇപ്പോൾ മാറ്റവും വന്നിരിക്കുന്നതും. എന്നാൽ ഇവർ തമ്മിൽ അടുക്കുന്നതെല്ലാം ബീഗവും ശ്രദ്ധിക്കുകയാണ്. ബീഗം സഫറിനെ ഒരുപാട് വിലക്കുവാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട്. സത്യത്തിൽ ഈ സഫറിന്റെ അമ്മയാണ് ബഹാർ ബീഗം. ബഹാർ ബീഗത്തിന് ദേവിന്റെ അച്ഛനിൽ ജനിച്ച മകനാണ് ഈ സഫർ. സഫർ ജനിച്ചതോടുകൂടി ബീഗത്തിന് സഫറിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. അവൻ അനാഥനെ പോലെയാണ് പിന്നീട് അങ്ങോട്ട് വളർന്നതും. എന്നാൽ ബീഗം സഫറിന്റെ മനസ്സിൽ ദേവിന്റെ ഒരു ഫാമിലിയിലെ ചൗധരി ഫാമിലി, ആ ഫാമിലിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൗധരി ഫാമിലിയോട് പ്രതികാരം വീട്ടണമെന്നാണ് സഫറിന്റെ മനസ്സ് മുഴുവൻ. പ്രതികാരം വീട്ടുന്നതിന് വേണ്ടിയിട്ട് അവൻ കണ്ടെത്തിയ ഒരു ആയുധം മാത്രമായിരുന്നു റൂബ്. അതിനു വേണ്ടിയിട്ടാണ് അവൻ റൂബിനെ പ്രണയിച്ചത്. പക്ഷേ പ്രണയിക്കുന്നത് അഭിനയമാണെങ്കിലും അവനും പതിയെ പതിയെ റൂബിനോട് സ്നേഹം തോന്നി തുടങ്ങിയിരുന്നു. റൂബും സഫറും പതിയെ പതിയെ അടുക്കുവാനായും തുടങ്ങി. പക്ഷെ അവളുടെ മനസ്സിൽ ഇതൊന്നും ശരിയല്ല എന്ന് തോന്നൽ വന്നതുകൊണ്ട് തന്നെ റൂബ് പതിയെ പതിയെ സഫറിനെ അവോയ്ഡ് ചെയ്യുകയാണ്. മറ്റൊരു വശത്ത് ദേവിന്റെ ഓഫീസിലേക്ക് എത്തുകയാണ് അബ്ദുള്ള. അബ്ദുള്ള ദേവിനോട് പറയുന്നുണ്ട്, ആ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യരുതെന്ന്. പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ കലാപം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് വിലക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. റൂബ് സഫറിനെ കാണുവാൻ വേണ്ടിയിട്ട് എത്തുമ്പോഴും സഫർ റൂബിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ സത്യയുടെ അസുഖം ഇപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും എന്തും അവൾക്ക് സംഭവിക്കും. മരണപ്പെടുന്നതിന് മുൻപ് സത്യത്തിന്റെ ഭർത്താവായ ദേവിനോട് ഒരു കാര്യം പറയുന്നു. കലാപമുണ്ടാകുന്നതിന് മുൻപ് തന്നെ റൂബിനെയും കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകണം. അവിടെ പോയി നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം. ഏത് ഭാര്യയ്ക്കാ ഭർത്താവിന്റെ മടിയിൽ കിടന്ന് മരിക്കുവാനായിട്ട് ഭാഗ്യം കിട്ടുന്നത്? എനിക്ക് ആ ഭാഗ്യം ഉറപ്പായിട്ടുമുണ്ട്. ഞാൻ നിന്നെ വിട്ട് എവിടെയും പോകില്ല എന്ന് ദേവ് പറയുമ്പോൾ, നിങ്ങൾ എന്നെ വിട്ടല്ല പോകാൻ പോകുന്നത്, ഞാൻ നിങ്ങളെ വിട്ടാണ് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയുകയും ദേവിന്റെ മടിയിൽ കിടന്ന് സത്യം മരണപ്പെടുകയും ചെയ്യുന്നു. അതോടുകൂടി ദേവ് ആകെ തകർന്നു പോവുകയാണ്. എന്നാൽ അതേസമയം നാടിന്റെ പല ഭാഗങ്ങളിലായിട്ട് ദേവിനെതിരായിട്ടുള്ള കലാപങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഓഫീസിലേക്ക് പോകുവാനായിട്ടും ദേവിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ നാട്ടിൽ നിന്ന് മാറിപ്പോകുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുകയാണ് ദേവ്. ആ ഒരു കാര്യം അറിഞ്ഞ റൂബ് നേരെ പോകുന്നത് സഫറിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകുവാനായി പോവുകയാണെന്ന് പറഞ്ഞ് തന്റെ മനസ്സിലുള്ള പ്രണയവും സഫറിനോട് തുറന്നു പറയുന്നു. എന്നാൽ സഫറിന്റെ മറുപടി, ഞാൻ നിന്നെ ഇതുവരെയും പ്രണയിച്ചിട്ടില്ല, അത് വെറും അഭിനയമായിരുന്നു എന്നതായിരുന്നു. എന്നാൽ അത് കേട്ട് റൂബ് ആകെ തകർന്നു പോകുന്നു. അവൻ പറയുന്നത് കള്ളമാണെന്നറിഞ്ഞിട്ടും അവൾ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. മറ്റൊരു വശത്ത് ദേവിനെയും സഫറിനെയുമാണ് കാണിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല ഇവരുടെ രണ്ടുപേരുടെയും അച്ഛൻ ഒന്നാണെന്നുള്ള കാര്യം. എന്നാൽ ദേവിനടുത്ത് നിൽക്കുന്ന സഫർ ദേവിനോട് ചോദിക്കുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാണ്, പക്ഷേ അവളുടെ ഭർത്താവിന് അവളെ വേണ്ട. അങ്ങനെയുള്ള പെൺകുട്ടിയെ പ്രണയിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ള കാര്യം ദേവിനോട് ചോദിക്കുന്നു. ഈ സഫറിന് അറിയത്തില്ല ദേവാണ് റൂബിനെ വിവാഹം കഴിച്ചതെന്ന്. എന്നാൽ അതിന് മറുപടിയായിട്ട് ദേവ് പറയുന്നത്, നീ ആദ്യം ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ കണ്ടൊന്ന് സംസാരിക്കുന്നതായിരുന്നു ദേവ് മറുപടി പറഞ്ഞതും. അങ്ങനെ ചെറിയൊരു ഉത്സവം നടക്കുന്ന സമയം ദേവും സഫറും ഒരുമിച്ച് നിന്ന് ഡാൻസ് കളിക്കുകയാണ്. ആ ഡാൻസ് പരിപാടി കാണുവാൻ വേണ്ടിയിട്ട് റൂബും നടന്നു വരിക. അപ്പോഴാണ് ദേവും സഫറും ഒരുമിച്ച് നിന്ന് ഡാൻസ് കളിക്കുന്നത് റൂബ് കാണുന്നത്. അവൾക്ക് വല്ലാതെ ടെൻഷനാകുന്നു. എന്നാൽ അതേസമയം തന്നെ റൂബിനടുത്തേക്ക് ദേവ് വന്ന് സംസാരിക്കുന്നത് സഫർ കാണും. അപ്പോഴാണ് റൂബിന്റെ ഭർത്താവാണ് ദേവെന്നുള്ള കാര്യം സഫറിന് മനസ്സിലായത്. സഫർ ആകെ തകർന്നു പോകുന്നു. സഫറും റൂബും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ദേവിന്റെ അച്ഛൻ കണ്ടുകൊണ്ടുവരും. അവർക്കിടയിൽ എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി ദേവിന്റെ അച്ഛന് ആകെ ടെൻഷനായി. തന്റെ മകന്റെ ജീവിതം തകർന്നു പോകുമെന്ന പേടിയായിരുന്നു ദേവിന്റെ അച്ഛന്. ദേവിന്റെ അച്ഛൻ നേരെ പോകുന്നത് ബീഗത്തിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ബീഗത്തിന്റെ ഭർത്താവാണല്ലോ ദേവിന്റെ അച്ഛൻ. സഫറും റൂബും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ദേവിന്റെ അച്ഛൻ സഫറിനെ ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന് പറയുന്നു. അവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് സഫർ വരുന്നത്.
അന്നാണ് തന്റെ അച്ഛനാണ് ഈ ഇരിക്കുന്നതെന്നുള്ള കാര്യം സഫറിന് മനസ്സിലായതും. റൂബുമായിട്ടുള്ള ബന്ധം നീ ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ സഫർ അതിന് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവിന്റെ അച്ഛന് ദേഷ്യം വരികയും സഫറിനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ആളിനെ അയക്കുകയും ചെയ്യുന്നു. സ്വന്തം മകനാണെന്നുള്ള കാര്യം പോലും അയാൾ ഓർത്തില്ല. തന്നെ കൊല്ലാൻ വന്നവരോട് പോരാടി നിൽക്കുകയാണ് സഫർ. എന്നാൽ ഇതെല്ലാം അബ്ദുള്ള കാണുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണം റൂബാണ്. അതുകൊണ്ട് തന്നെ റൂബിന്റെ കഥ കഴിക്കണമെന്നും അബ്ദുള്ള തീരുമാനിക്കുന്നു. ഈ ഒരു വിവരം സഫറിനോട് പറയുമ്പോൾ റൂബിനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ കൂട്ടുകാരനാണ് നീ എന്നുള്ള കാര്യം പോലും ഞാൻ നോക്കില്ല എന്നതായിരുന്നു സഫറിന്റെ മറുപടി. കാരണം റൂബിനെ അവന് അത്രയ്ക്കിഷ്ടമാണ്. ഇങ്ങനെ പോയാൽ തന്റെ മകന്റെ ജീവൻ ആപത്താണെന്ന് മനസ്സിലാക്കി ബഹാർ ബീഗം നേരെ പോകുന്നത് റൂബിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. സഫർ നിന്നെ പ്രണയിച്ചത് നിന്റെ കുടുംബത്തിനോട് പ്രതികാരം വീട്ടുവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞ് എല്ലാ സത്യങ്ങളും ബഹാർ ബീഗം തുറന്നു പറയുന്നു. അത് കേട്ടതോടുകൂടി റൂബ ആകെ തകർന്നു പോവുകയാണ്. താൻ ജീവന് തുല്യം സ്നേഹിച്ച പയ്യൻ തന്നെ ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞതോടുകൂടി റൂബിന്റെ അവസ്ഥ വല്ലാത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്നു. റൂബിനാണെങ്കിലോ ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. തന്റെ അമ്മ റൂബിനോട് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് മനസ്സിലാക്കിയ സഫർ റൂബിനെ കാണുവാൻ വേണ്ടിയിട്ടും എത്തുന്നുണ്ട്. റൂബിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. ബഹാർ ബീഗം പറഞ്ഞ കാര്യങ്ങളായിരുന്നു റൂബിന്റെ മനസ്സ് മുഴുവൻ. അതുകൊണ്ട് തന്നെ അവൾ സഫറിനെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. റൂബ് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്നതെല്ലാം ദേവ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ദേവിനിപ്പോൾ റൂബിനോട് ചെറിയ പ്രണയമൊക്കെ തോന്നി തുടങ്ങിയിരിക്കുകയാണ്. റൂബിനെ കാണുവാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയാലോ വേണ്ടയോ എന്നൊക്കെ ദേവ് ചിന്തിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഫുഡ് കഴിക്കുവാനായി വന്നിരിക്കുന്ന സമയം റൂബ് ദേവിനോട് ആ ഗ്രാമത്തിലൊരു പയ്യനെ തനിക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം തുറന്നു പറയുന്നു. ആരാ ആ പയ്യനെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനൊരു ബന്ധമില്ല എന്നുള്ള കാര്യവും റൂബ് പറയുകയാണ്. റൂബിന് മറ്റൊരാളെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം കേട്ടതോടുകൂടി ദേവിന് ആകെ സങ്കടം. അങ്ങനെ ദേവ് ഗ്രാമത്തിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നില്ലേ, ആ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തതോടുകൂടി കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. ദേവിന്റെ പത്ര ഓഫീസും കലാപകാരികൾ തീയിട്ടു. ആ കലാപത്തിന് മുൻകൈയെടുത്ത് നിൽക്കുന്നത് അബ്ദുള്ളയാണ്. എങ്ങനെയെങ്കിലും ദേവിനെ കൊല്ലണം, അത് മാത്രമായിരുന്നു അബ്ദുള്ളയുടെയും കൂട്ടരുടെയും മനസ്സിലുണ്ടായിരുന്നത്. കലാപമെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു വശത്ത് റൂബിനെ കാണുവാൻ വേണ്ടിയിട്ടാണ് സഫർ എത്തിയിരിക്കുന്നത്. സഫർ കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയുന്നു. താൻ ആത്മാർത്ഥമായിട്ടാണ് നിന്നെ സ്നേഹിക്കുന്നതെന്നും അങ്ങനൊരു പ്രതികാരം തന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നിന്നോടുള്ള സ്നേഹം വന്നപ്പോൾ എനിക്കതെല്ലാം പോയി എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് അവൻ അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നത്. സഫറിന്റെ മനസ്സിലുള്ള പ്രണയം റൂബിന് മനസ്സിലാവുകയാണ്. അതോടെ അവരുടെ പ്രണയം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. കലാപം നടക്കുകയാണല്ലോ, എങ്ങനെയെങ്കിലും ആ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോകണം, അതായിരുന്നു അവരുടെ ചിന്ത. മറ്റൊരു വശത്ത് പത്ര ഓഫീസിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ കഴിയാതെ അതിനുള്ളിൽ കുടുങ്ങി നിൽക്കുകയാണ് ദേവ്. ദേവിന്റെ കൂടെയുണ്ടായിരുന്നവരെ എല്ലാവരെയും അബ്ദുള്ളയും കൂട്ടരും ചേർന്ന് കൊന്നൊടുക്കി. ഇനി അടുത്തത് ദേവാണ്. ദേവിന്റെ കഥ കഴിക്കുവാൻ വേണ്ടിയിട്ട് കലാപകാരികൾ ചുറ്റും കൂടിയ സമയം അവിടേക്ക് എത്തുകയാണ് റൂബും സഫറും. രണ്ടുപേരും ചേർന്ന് ദേവിനെ അവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകുന്നു. എന്നാൽ അബ്ദുള്ളയ്ക്ക് സഫറിനോട് വല്ലാത്ത ദേഷ്യം. ദേവിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സഫർ സഹായിച്ചത് കൊണ്ട് തന്നെ സഫറിന്റെ കഥ കഴിക്കണമെന്നും അബ്ദുള്ള തീരുമാനിക്കുന്നു. സഫർ ദേവിനെയും റൂബിനെയും കൊണ്ട് നേരെ എത്തിയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെയുണ്ടായിരുന്ന ഒരു ട്രെയിനിൽ ദേവിനെയും റൂബിനെയും സഫർ കയറ്റുന്നു. വരുന്ന കലാപകാരികളെ എല്ലാവരെയും സഫർ അടിക്കുകയാണ്. ഇവരെല്ലാവരും എന്റെ ആളുകളാ, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ട്രെയിനിൽ കയറുവാനായിട്ടും സഫർ ആവശ്യപ്പെടുന്നു. അതനുസരിച്ചാണ് രണ്ടുപേരും ട്രെയിനിൽ കയറിയത്. എന്നാൽ ട്രെയിനിൽ കയറി കുറച്ചു കഴിഞ്ഞ സമയത്താണ് റൂബിനൊരു കാര്യം മനസ്സിലായത്. സഫർ ആ ട്രെയിനിൽ കയറിയില്ല എന്ന്. ട്രെയിനിൽ നിന്നുകൊണ്ട് സഫറിനെ വിളിക്കുകയാണ് റൂബ്. റൂബ് വീണു പോകുമോ എന്ന് പേടിച്ച് ദേവ് അവളുടെ കയ്യിലും പിടിച്ചിട്ടുണ്ട്. റൂബ് കരഞ്ഞുകൊണ്ടാണ് സഫറിനെ വിളിക്കുന്നത്. അതിൽ നിന്നും റൂബ് പ്രണയിച്ചിരുന്ന പയ്യൻ സഫർ ആണെന്നുള്ള കാര്യം ദേവിന് മനസ്സിലായി. അവൻ സങ്കടപ്പെട്ടുകൊണ്ടാണ് അവളെ നോക്കി നിൽക്കുന്നതും. എന്നാൽ റൂബ് വിളിക്കുന്നത് കേട്ട് സഫർ അവളുടെ അടുത്തേക്ക് ഓടി വരുവാനായി ശ്രമിക്കുന്നു. കലാപകാരികളെ എല്ലാവരെയും അവൻ അടിച്ചിട്ടിട്ടാണ് ഓടി വരുന്നത്. എന്നാൽ അവന്റെ പിന്നിലൂടെ വന്ന അബ്ദുള്ള അവനെ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്നു. അതോടുകൂടി സഫർ താഴെ വീഴുകയാണ്. ട്രെയിനിൽ നിന്നും പുറത്തേക്ക് എടുത്ത് ചാടുവാൻ വേണ്ടിയിട്ട് റൂബ് ശ്രമിക്കുമ്പോഴും റൂബിന്റെ കൈ വിടുന്നതേയില്ല ദേവ്. അവളെ ബലമായി തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നു. റൂബിന് എന്ത് ചെയ്യണമെന്നറിയാതെ ട്രെയിനിൽ നിന്ന് തന്നെ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താഴെ വീണ സഫർ റൂബ് പോകുന്നതെല്ലാം നോക്കി അവസാനം അവനെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റൂബും ദേവും കൂടി മറ്റൊരു നാട്ടിലേക്കും എത്തിയിട്ടുണ്ട്. പക്ഷേ റൂബിന്റെ മനസ്സിൽ നിന്നും അവൾക്ക് സഫറിനെ മറക്കുവാനേ കഴിഞ്ഞില്ല. ആത്മാർത്ഥമായിട്ടാണ് അവൾ സഫറിനെ പ്രണയിച്ചത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം സഫറിനോടുള്ള പ്രണയം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് റൂബ് ദേവിനൊപ്പം ജീവിക്കുന്നത്. അതോടുകൂടി സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.